മിഡിൽ ഈസ്റ്റിൽ നിന്നും ഒട്ടും പ്രതീക്ഷിക്കാനാവാത്ത വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ആശ്രിതനായ അബ്ദുൽ ഫത്ത അൽ സിസി ഇപ്പോൾ ഇസ്രായേലിനും അമേരിക്കക്കുമെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ലക്ഷ്യങ്ങൾ നേടുന്നതിനു വേണ്ടിയാണ് അമേരിക്കയും ഇസ്രായേലും തങ്ങളുടെ ആശ്രിതനായ അബ്ദുൽ ഫത്ത അൽ സിസിയെ ഈജിപ്തിന്റെ പ്രസിഡന്റായി നിയമിച്ചത്. അബ്ദുൽ ഫത്ത അൽ സിസി ഇതുവരെ ഇസ്രായേലിനും അമേരിക്കക്കും അനുകൂലമായ പല കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. പക്ഷെ ഇപ്പോൾ ആ സാഹചര്യമാകെ മാറിയിരിക്കുകയാണ്. ഇനിയും അമേരിക്കയും ഇസ്രായേലും പറയുന്നത് അതുപോലെ അനുസരിക്കുകയാണ് എങ്കിൽ തന്റെയും തന്റെ മാതൃരാജ്യമായ ഈജിപ്തിന്റെയും ഭാവി അപകടത്തിലാകുമെന്ന് അബ്ദുൽ ഫത്ത അൽ സിസി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അബ്ദുൽ ഫത്ത അൽ സിസി ഇപ്പോൾ മറുകണ്ഠം ചാടിയിരിക്കുകയാണ്. ഈജിപ്ത് സൈന്യം ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത് പ്രധാനമായും രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഇസ്രായേൽ സൈന്യം ഗസയിലെ ജനങ്ങളെ ബലമായി ഈജിപ്തിൽ കൊണ്ടുവന്ന് തള്ളുകയാണ് എങ്കിൽ അതിനെ പ്രതിരോധിക്കുക. ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യത്തെ പ്രതിരോധിക്കുന്നതിനിടെ ഇസ്രായേൽ സൈന്യം ഈജിപ്ത് സൈന്യത്തെ ആക്രമിക്കുകയാണ് എങ്കിൽ ഇസ്രായേൽ സൈന്യത്തെയും അതുപോലെ തന്നെ തിരിച്ച് ആക്രമിക്കുക. അതിനുവേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈജിപ്ത് സൈന്യം തയ്യാറാക്കി കഴിഞ്ഞു. ഈജിപ്തിന്റെ ഈ നീക്കത്തിനെതിരെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്ത് നിന്ന് പരസ്യമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല എങ്കിലും അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡറായ ലെറ്റർ ഈജിപ്തിനെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇസ്രായേലിന്റെയും ഈജിപ്തിന്റെയും അതിർത്തി പ്രദേശമായ സിനായിൽ ഇപ്പോൾ ഈജിപ്ത് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്ന വൻതോതിലുള്ള സൈനിക വിന്യാസം ഈജിപ്തും ഇസ്രായേലും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിന്റെ നഗ്നമായ ലംഘനമാണ് എന്നാണ് അമേരിക്കയിലെ ഇസ്രായേൽ അംബാസിഡറായ ലൈറ്റർ ആരോപിക്കുന്നത്. 2 തവണ ഇസ്രായേൽ സൈന്യം ഈജിപ്തിന്റെ സിനായ് പ്രദേശം പിടിച്ചെടുത്തതാണ്. പിന്നീട് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന്റെ ഭാഗമായും ഇസ്രായേലും ഈജിപ്തും തമ്മിലുണ്ടാക്കിയ സമാധാന കരാറിന്റെ ഭാഗമായും ഇസ്രായേൽ സൈന്യം സിനായിൽ നിന്ന് പിൻവാങ്ങിയതാണ്. ഇനിയും ഇസ്രായേൽ സൈന്യം സിനായിലേക്ക് കടന്നു കയറുവാൻ ശ്രമിക്കുകയാണ് എങ്കിൽ അതിനെ ശക്തമായ രീതിയിൽ തന്നെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് നിലവിൽ ഈജിപ്ത് സൈന്യം സിനായിൽ അതിശക്തമായ രീതിയിൽ തന്നെ സേനാവിന്യാസം നടത്തിയിരിക്കുന്നത്. 1957 ഈജിപ്ത് പ്രസിഡന്റായ ഗമാൽ അബ്ദുൽ നാസർ സൂയസ് കനാൽ ദേശസാൽക്കരിച്ചതിനെ തുടർന്ന് ബ്രിട്ടനും ഫ്രാൻസും സംയുക്തമായി ഈജിപ്തിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഈ സാഹചര്യം മുതലെടുത്തുകൊണ്ട് ഇസ്രായേൽ സൈന്യം ഈജിപ്തിന്റെ സിനായ് പ്രദേശത്തേക്ക് കടന്നു കയറുകയും സിനായ് പ്രദേശം പിടിച്ചടക്കുകയും ചെയ്തു. പിന്നീട് ശക്തമായ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് 5 മാസത്തിനു ശേഷം സിനായ് പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ തങ്ങളുടെ സൈനികരെ പിൻവലിക്കുകയാണ് ഉണ്ടായത്. 1967 ഈജിപ്തിന്റെ സിനായ് പ്രദേശം രണ്ടാമതായും ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തത്. 1967 ഈജിപ്തുമായും സിറിയയുമായും ജോർദാനുമായി നടന്ന അറബ് യുദ്ധ കാലഘട്ടത്തിലാണ് സിനായ് പ്രദേശം രണ്ടാമതും ഇസ്രായേൽ പിടിച്ചെടുത്തത്. എന്നാൽ 1979 അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ക്യാമ്പ് ഡേവിഡ് സമാധാന കരാർ പ്രകാരം 1982 സിനായ് പ്രദേശത്ത് നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുകയാണ് ഉണ്ടായത്. 1979 ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി പ്രകാരം സിനായ് പ്രദേശത്ത് ഇസ്രായേലിന് ഭീഷണിയാകുന്ന രീതിയിൽ ഈജിപ്ത് സൈന്യത്തെ വിന്യസിക്കരുത് എന്ന ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈജിപ്ത് ആ വ്യവസ്ഥകളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് സിനായിൽ വൻ സൈനിക വിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. ഇതിനു പുറമെ ഒരു സൈനിക താവളവും നിർമ്മിക്കുന്നുണ്ട്. 1957 1967 തങ്ങളുടെ സിനായ് പ്രദേശം ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തതുപോലെ ഇനിയും ഇസ്രായേൽ സൈന്യം സിനായിലേക്ക് വരികയാണ് എങ്കിൽ അതിശക്തമായ രീതിയിൽ തന്നെ നേരിടുന്നതിന് വേണ്ടിയാണ് ഈജിപ്ത് ഇപ്പോൾ തങ്ങളുടെ സൈന്യത്തെ അതിശക്തമായ രീതിയിൽ തന്നെ സിനായിൽ വിന്യസിച്ചിരിക്കുന്നത്. കാത്തിരുന്നു കാണാം ഇനി എന്താണ് സംഭവിക്കുക എന്നത്.